ഡൽഹിയിലെ വെള്ളക്കെട്ടിൽ മരിച്ച 3 വിദ്യാർത്ഥികളിൽ മലയാളി കൂടി ഉണ്ട് എന്നതാണ് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ സങ്കടത്തിന് ഇടയാക്കുന്നത്. എറണാകുളം സ്വദേശി നെവൻ ഡാൽവിനാണ് മരിച്ചത്. രാജേന്ദർ നഗറിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ ബേസ്മെന്റിൽ വെള്ളം കയറിയാണ് ഇന്നലെ വൈകിട്ട് വലിയ അപകടം അവിടെ ഉണ്ടായത്. നിരവധി മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പഠിച്ചിരുന്ന റാവൂസ് കോച്ചിങ് സെന്ററിലാണ് അപകടമുണ്ടായത്. ഓട പൊട്ടിയതാണ് ബേസ്മെന്റിലേക്ക് 7 അടിയോളം ഉയരത്തിൽ വെള്ളം ഇരച്ചു കയറാൻ ഇടയാക്കിയത് എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധവും തുടരുകയാണ്. അനൂപ് ദാസാണ് വിവരങ്ങളുമായി. അനൂപ്, നാടിനെ ഞെട്ടിച്ച അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ്. രാജ്യ തലസ്ഥാനത്ത് ഇത്രയധികം കുട്ടികൾ സിവിൽ സർവീസിന് പോലെ പ്രധാനപ്പെട്ട ഒരു പദവി ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്ന മിടുക്കരായ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ശോച്യാവസ്ഥ, അപകടകരമായ സ്ഥിതി രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആ സ്ഥലത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം. വിദ്യാർത്ഥികളാകെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതും പുറത്തുമൊക്കെയുള്ള വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തി അതിശക്തമായ പ്രതിഷേധം, കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇതാ അവിടെ വലതുഭാഗത്ത് കാണുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനു മുന്നിലാകെ ബാരിക്കേഡുകൾ വെച്ച് പോലീസും അർദ്ധസൈനിക വിഭാഗവും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും എല്ലാം കാവൽ നിൽക്കുന്നുണ്ട്. അതിനിപ്പുറത്ത് വിദ്യാർത്ഥികൾ, ആ ബാരിക്കേഡിനിപ്പുറത്ത് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കടുത്തേക്ക് കുറേയേറെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. എം പിമാരുണ്ട്. വി ശിവദാസൻ എം പി, ഒപ്പം തന്നെ SFI അഖിലേന്ത്യാ അധ്യക്ഷൻ സാനു ഉൾപ്പെടെയുള്ളവരുണ്ട്. നമുക്ക് എം പിയോട് സംസാരിക്കാം. എങ്ങനെയാണ് ഈ അപകടത്തെ നമ്മൾ കാണേണ്ടത്? ഒരു മലയാളി മരിച്ചു, ഒരു തെലങ്കാന സ്വദേശി, ഒരു UP സ്വദേശി. ഇവിടെ നമ്മൾ ബേസ്മെന്റിലാണ് ഈ ഒരു ക്ലാസ് നടന്നത് ഇന്നലെ. അവിടേക്ക് വെള്ളം ഇരച്ചു കയറിയിട്ടാണ് കുട്ടികൾ മരിക്കുന്നത്. വളരെ സങ്കടകരമായിട്ടുള്ള ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ഈ കോച്ചിങ് സെൻ്ററുകളുടെ കൊള്ളക്കെതിരായിട്ട് നിലപാടെടുക്കണം. വിദ്യാർത്ഥികൾ പറയുന്നത് എന്താണ്? സുരക്ഷാ ഓഡിറ്റ് നടത്തണം, ഈ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കണം. ഇതാണ് വിദ്യാർത്ഥികൾ മറ്റാളുകളൊക്കെ ഉയർത്തുന്ന ന്യായമായ ആവശ്യം. അപ്പം നിർബന്ധമായും ഈ അതിഭീകരമായിട്ടുള്ള, അത്യന്തം വേദനാകരമായിട്ടുള്ള ഈ സംഭവത്തിൻ്റെ ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണം. അവരെ അറസ്റ്റ് ചെയ്യണം. യാതൊരു സ്വാധീനത്തിനും സർക്കാരും അധികൃതരും വഴങ്ങാൻ പാടില്ല. ഇനിയൊരു കുട്ടിയും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ മരണപ്പെട്ടുകൂടാ. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ മുദ്രാവാക്യത്തിനൊപ്പം വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കും നിലയുറപ്പിക്കുകയും ഇനിയൊരു കുട്ടിക്കും ഇത്തരത്തിലുള്ള അനുഭവം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലെടുക്കുന്നു. ഇതേപോലെ തന്നെയാണ് അല്പസമയം മുൻപ് സ്വാതി മാലിവാളും ഇവിടെ എത്തി പറഞ്ഞത് നടപടി വേണമെന്ന്.